എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴേ എപ്പിസോഡാണ് കേട്ടോ. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കീഴ്ക്കത്തിന്റെ കീഴിലേക്ക് പോവാം. ചിരിച്ചു പോയില്ലേ ഞാൻ പറഞ്ഞ ഭയങ്കര സീരിയസ് ആണോ? പെട്ടെന്ന് ചിരിച്ചു പോയി. സീരിയസ് ആണ് കേട്ടോ. എത്ര മസിൽ പിടിച്ച് തുറക്കാൻ നിന്നാലും തുറന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ അവസാനം വരെ ചിരി തന്നെ ആയിരിക്കും. അടുത്തതല്ല ഫസ്റ്റ് കീഴ് കത്തന. സിനിമയുടെ ഒരു വർക്കിംഗ് സ്റ്റിൽ പുറത്തു വന്നിട്ടുണ്ട്. കുറെ നാളുകൾക്ക് ശേഷം കിട്ടിയ ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ. എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കിട്ടണ്ടേ? എന്തെങ്കിലും പറയാൻ കുറെ നാളുകളാണ് കിട്ടിയതാണ്. എന്താണെങ്കിലും വർക്ക് നടക്കുന്നുണ്ട്, അതും മനസ്സിലാക്കിയാൽ മതി. റോജിൻ തോമസ് ആണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ജയസൂര്യാണ് നായകനായിട്ട് എത്തുന്നത്. അനുഷ്ക ഷെട്ടി നായിക. പിന്നെ പ്രഭുദേവ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. വലിയ സംഭവമാണ്. കാത്തിരിക്കുന്നു. വിശ്വംഭര മെഗാസ്റ്റാർ ചിരഞ്ജീവി ഗാരു നായകനാവുന്ന സിനിമയാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ ടീസർ വന്നപ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെല്ലാവരും ഊക്കിപ്പൊളിച്ച ടീസർ. അതിനെക്കുറിച്ച് നമ്മുടെ വസിഷ്ഠ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതായത് ഇതിൻ്റെ ഡയറക്ടർ. ഈ കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് എവിടെയെങ്കിലും ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ എന്നുള്ളത് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ഇടണേ. നീയും പറയണം. നീ പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയുന്നത് കറക്റ്റ് ആവണമെന്നില്ലല്ലോ. അതില്ലല്ലോ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. തോന്നിയില്ലെങ്കിൽ അതും പറയാം. അതായത് ഇതിൻ്റെ ടീസർ വന്നപ്പോൾ വളരെ നെഗറ്റീവാണ് വന്നത്. അത് മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നതാണ് വസിഷ്ഠ പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ സാമ്യത തോന്നുന്നില്ലാവാം. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ സാമ്യത തോന്നുന്നുണ്ടാവില്ലാവാം. ഉണ്ടാവുന്നില്ലാവാം. ഛേ, അത് ഏതാ വാക്ക്? അതവിടെ അത് പോട്ടെ. അതായത് ഇനി ബാക്കി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആള് പറയുന്നത് ഇത് യൂട്യൂബിലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര നെഗറ്റീവ് തോന്നും. എന്നാൽ ഇത് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ അഭിപ്രായം ഉണ്ടാവില്ല. തിയേറ്റർ കണ്ടവർക്ക് ഇത് തോന്നിയിട്ടുമില്ല. തുടക്കം കേട്ടാൽ തന്നെ എനിക്ക് മനസ്സിലായി. ഓ കം ടു മൈ റൂം അല്ലേ? ആദിപുരുഷന്റെ ഡയറക്ടർ പറഞ്ഞ അതേ സംഭവം. അതിന്റെ ടീസർ വന്നപ്പോൾ ഇതുപോലെ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. ആ സമയത്ത് പറഞ്ഞ അതേ സാധനം. അപ്പം സംഭവിക്കാൻ പോകുന്നതും റിസൾട്ടും മറിച്ചല്ല, റിസൾട്ടും സെയിം ആയിരിക്കും എന്ന് വിചാരിക്കാം. ഈ ഒരു ബോധമാണെങ്കിൽ അതെ, ഇത്ര ഉള്ളെങ്കിൽ അത് പ്രതീക്ഷിക്കണ്ട കൂടുതലൊന്നും. നോർമൽ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അടുത്തത് ഹരിഹര വീരമല്ലു. സിനിമയുടെ പ്രീ റിലീസ് ഇവന്റ് ജൂലൈ 21 6 മണിക്ക്. സിനിമ റിലീസിനെത്തുന്നത് ജൂലൈ 24. 24 വാട്ട് ഈസ് ദിസ് മാൻ? അപ്ഡേറ്റും പറയാൻ വന്നിരിക്കുക. ഇനി ഞാനാണോ തെറ്റിച്ച്? അപ്പൊ തിരിച്ചെനിക്ക് ചോദിക്കാറുണ്ട്. വെയിറ്റ് ചെയ്യണല്ലേ? ഞാൻ കറക്റ്റ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. 24. വാട്ട് ഈസ് ദിസ് മാൻ? ഓക്കെ, എന്തായാലും പവൻ കല്യാൺ നായകനാവുന്ന സിനിമയാണ്. സിനിമ കേരളത്തിലേക്ക് വിതരണത്തിന് എടുത്തിരിക്കുന്നത് നമ്മുടെ ദുൽഖർ സൽമാനാണ്. വേഫർ. എന്താണ് കാത്തിരിക്കുന്നുണ്ട്, സിനിമ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദൃശ്യം 3 ജിത്തു ജോസഫ് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു. ഒന്നൊന്നര കാര്യമായി പോയി. കൂളിർമ അടിച്ചിട്ട് ഞാൻ പുഴു അടിച്ചു. ഡാൻസ് ചെയ്യുമ്പോൾ കണ്ടില്ല പുഴു അടിക്കുന്നു. ഞാൻ 2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ദൃശ്യം 3 ഹിറ്റായി. എനിക്കെന്താറിയോ പുഴു അടിക്കാൻ അറിയോ? അതെ, അതായത് ആളുടെ ഒരു കോൺഫിഡൻസ് കണ്ടപ്പോഴേ ആള് ഭയങ്കര തൃപ്തനാണ്. ഞാൻ വേറെ കാര്യം പറട്ടെ, നമുക്കൊരു പേടിയില്ലായിരുന്നു ഇതെന്തായിരിക്കും. പക്ഷെ ഇന്നലത്തെ ആളുടെ ആ പ്രസംഗം, ആ വീഡിയോ കണ്ടപ്പോ ആള് അതിനകത്ത് ഒരു കൺഫ്യൂഷനും വേണ്ട ഇനി. അതെ, അതായത് ആൾക്ക് 1ഉം 2ഉം അതിനുശേഷം 3. അപ്പോൾ ആൾക്ക് അതേ ഒരു ലെവലിലുള്ള ഒരു പരിപാടി കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ആള് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇന്നലെയാണ് ദൃശ്യം 3ന്റെ ക്ലൈമാക്സ് കംപ്ലീറ്റ് ചെയ്തത്. കേൾക്കാം. എന്നിട്ട് കുളിർമ കൊള്ളാം. ഞാൻ കുളിർമ കൊണ്ട് പുഴു അടിച്ചതാ. ഇന്നലെ രാത്രിയാണ് ഞാൻ ദൃശ്യം ക്ലൈമാക്സ് എഴുതി ക്ലോസ് ചെയ്തത്. ദൃശ്യം 3യുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി അത് ക്ലോസ് ചെയ്ത്
ഇത്ര നാളും അതിന്റെ ഒരു ടെൻഷനിലായിരുന്നു. കാരണം ഞാൻ 2 പടം, മിറാഷ് എന്ന് പറഞ്ഞ ആസിഫ് അലിയുടെ ഒരു പടം ഷൂട്ട്, അത് കഴിഞ്ഞിട്ട് പല ദിവസക്കാലം ഈ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് എല്ലാ ദിവസവും രാവിലെ 3:30 എഴുന്നേറ്റിരുന്ന് എഴുതി, അങ്ങനെ ഒരു സ്ട്രഗിൾ ആയിരുന്നു. മെന്റലി ആൻഡ് ഫിസിക്കലി ഐ വാസ് റിയലി ടയർഡ്. പക്ഷെ ഇന്നലെ ആ ഒരു റിലീഫ് കിട്ടി. രാത്രി അത് എഴുതി തീർത്ത് അപ്പൊ ഇവിടെ വന്നപ്പോ എനിക്ക് ഭയങ്കര ഒരു ഇത് വന്നതെന്ന് വെച്ചാൽ ഞാൻ കേട്ട മ്യൂസിക് ശരിക്കും ആ ദൃശ്യത്തിന്റെ ആ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോ എന്റെ മനസ്സിലൂടെ 1ഉം 2ഉം 3ഉം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വല്ലാത്തൊരു ഫീലാണ്. അതൊരു ഒടുക്കത്തെ ഫീൽ. അത് കേട്ടപ്പോ ഞങ്ങൾക്ക് ഉണ്ടായത് സാധനം. നിർമ്മല കോളേജിന് ഭയങ്കരമായിട്ടുള്ളൊരു ആൾക്ക് അത് എഴുതി കഴിഞ്ഞപ്പോ കിട്ടിയ റിലീഫ് ഇല്ലേ, അതിന്റെ അപ്പുറമാണ് ആളുടെ വായിന്ന് ഇത്ര ഹാപ്പി ആയിട്ട് ആളിത് പറയുന്നത് കേൾക്കുമ്പോൾ കാണുന്ന ഞങ്ങൾക്ക് കിട്ടിയ റിലീഫ്. അതായത് നമ്മൾ ഇതുവരെ പുറത്തിറങ്ങാത്ത ഒരുപാട് സിനിമകളുണ്ടല്ലോ ഈ ലോകത്ത്. യെസ്. അത് പലരുടെയും മനസ്സിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മൾ കാണുന്ന പല സിനിമകളും ഒരുപാട് ആൾക്കാരുടെ മനസ്സിൽ മുന്നേ കളിച്ചുകൊണ്ടിരുന്ന സിനിമകളാണ്. അതെ. ഇപ്പോൾ ദൃശ്യം 3 നമ്മൾ കണ്ടിട്ടില്ല, ആളുടെ മനസ്സിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. അത് ആൾക്ക് ആ സമയത്ത് ഓർമ്മ വന്നു എന്ന് ആൾ പറയുന്നതിൽ ഒരു പ്രത്യേക വൈബോടെ. അതാണ്. അപ്പോൾ തന്നെ അതിന്റെ എക്സൈറ്റ്മെന്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ തന്നെ മനസ്സിലായി അതും പിന്നെ ആൾ എഴുതി വെച്ചിരിക്കുന്ന സാധനത്തിന്റെ ധൈര്യം അത് അതിന് കിട്ടും, സിമ്പിൾ ആയിട്ട് കിട്ടും. ഇതേ എസ് എൻ സ്വാമി അല്ല, അതും കൂടി ആലോചിക്കണം. എസ് എൻ സ്വാമി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് അപ്പൊ അടുത്തൊരു വീഡിയോയും പ്രതീക്ഷിക്കണമല്ലോ നമുക്കിതല്ലേ. അതല്ലേ എസ് എൻ സ്വാമി, നീ എന്തിനാണ് അവർക്ക് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇട്ട് കൊടുക്കുന്നതാണോ അതോ? അല്ലടാ, എസ് എൻ സ്വാമി സംഭവം ആളുടെ തന്നെ ഇത്ര പോകുന്ന സാധനത്തിന് വലുതൊക്കെ അടിക്കും അല്ലേ, കൊട്ടയിൽ കൊണ്ടുവന്ന് ചൊരിയും. തീർച്ചയായിട്ടും. ഇത് ജിത്തു ജോസഫ് പറയുന്നത്, അതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാം. അടുത്തത് കറുപ്പ് സിനിമയുടെ ഒരു പോസ്റ്റർ ഇന്നലെ പുറത്തിട്ടിട്ടുണ്ട്. ഫോട്ടോ RJ ബാലാജി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. സിനിമേന്റെ ഒരു അപ്ഡേറ്റ് 23-ാം തീയതി ജൂലൈ 23-ന് എത്തും. സൂര്യയുടെ ബർത്ത്ഡേ എന്തായാലും സൂര്യയുടെ കണ്ണാണ് ഇട്ടിട്ടുള്ളത്. അത് മോസ്റ്റ് പവർഫുൾ ഐസ് ഇൻ കോളിവുഡ് അല്ലേ? ആളുടെ ശരീരത്തിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സംഭവം. അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, അത് നമുക്ക് ജ്യോതികരോടൊക്കെ ചോദിക്കണ്ടേ. ഓക്കെ, അടുത്തത് ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എന്റെ മനസ്സിൽ ഓർമ്മത് ഈ തെണ്ടി ഇപ്പൊ മറ്റേ സാധനം പറയുള്ളൂ. ഈ തെണ്ടി അപ്പുറത്തിരിക്കുന്നുണ്ടല്ലോ ഇതില്. ഓക്കെ, അടുത്തത് മിഡിൽ ക്ലാസ് മാത്തുക്കുട്ടി. ഓക്കെ, സിനിമയുടെ ടൈറ്റിൽ ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഡയാന ഹമീദാണ് നായികയായിട്ട് വരുന്നത്. പിന്നെ നായകനായി വരുന്നത് കാർത്തിക് രാമകൃഷ്ണൻ. സിനിമ സംവിധാനം ചെയ്യുന്നത് മിഥുൻ ജ്യോതി. ആടെ തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റും എഡിറ്റിങ്ങും ഒക്കെ. ഓക്കെ, അടുത്തത് മദ്രാസി സിനിമയുടെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. 50 ദിവസം റിലീസിന് ഇനി. അതിരികം എന്തായാലും നല്ലൊരു പോസ്റ്ററാണ്. AR മുരുകദോസ് സംവിധാനം ചെയ്ത് പുറത്തു വരാനിരിക്കുന്ന സിനിമയാണ്. സെപ്റ്റംബർ 5-നാണ് സിനിമ റിലീസിനെത്തുന്നത്. SK പൊളിക്കൂലേ? ഇതിലൂടെ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ഇനിയൊരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കണ്ട. AR മുരുകദോസ്. ഞാനും വിചാരിച്ചു SK കുറിച്ച് ആരും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത തണൽ. തണൽ സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 29-ാം തീയതി സിനിമ റിലീസിനെത്തും. എന്തായാലും അഥർവ നായകനാവുന്ന സിനിമയാണ്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് രവീന്ദ്ര മാധവ. കൊള്ളാം. ഓക്കെ, അടുത്തത് പോരട്ടെ. അനിയപ്പന്റെ ന്യൂ സ്റ്റില് കിടില ലുക്കിലേ. എടാ കുരുത്തം കെട്ടവൻ. എനിക്കത് ഓർമ്മ. അനിയപ്പൻ ട്രെൻഡല്ലായിരുന്നടാ. അതെ, പൊളിയാ. എന്തായാലും സ്റ്റൈലിഷ് ലുക്കിലാണ് ആള് വരുന്നത്. രോഹിത് വിയത്ത് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അല്ല, സ്റ്റൈലിഷ് മൂവി ആണല്ലോ. അതെ, സ്റ്റൈലിഷ് മൂവി ആണല്ലോ. ആസിഫ് അലി, നസ്ലൻ ഇവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. ഓക്കെ, അടുത്ത് കിഴി. ഓക്കെ, എന്തായിരിക്കും അളിയാ? തമിഴ്. വാട തമിഴ്. കൂലി. മറ്റേ സിദ്ദീഖിനെ പോലെ ഒരു അഭിമാനോടാ. കൂലി സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. കൂലി സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ ആമിർ ഖാൻ്റെ ഒരു പുതിയ സ്റ്റില്ലുണ്ട്. എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലേ? ഇതിപ്പോൾ ആളുടെ വെപ്പണും കൂടി അതിൽ അതും കൂടി കാണിച്ചു. അതെ, ഇനിയിപ്പോൾ ആകെ കുറച്ചേ ഉള്ളൂ ആള്. അതല്ല, ഇനി ഇതിന്റെ അപ്പുറം വല്ല വെപ്പണും ഉണ്ടാവും കയ്യിൽ. അതെനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എന്തായാലും കാണിക്കണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട്. എന്തായാലും ഹിന്ദിക്കാരെ, അതായത് നോർത്ത് ഇന്ത്യൻസിന്റെ ഒക്കെ പരിപാടിയാണ്. ഓക്കെ, എന്തായാലും അത് പുറത്ത് വന്നു. അതിലൂടെ കുറച്ച്
ഉണ്ടാക്കുക എന്നുള്ളത് തന്നെ. ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്ന ടീമിന് മുതലാവണ്ടേ? ഓക്കെ, എന്തായാലും കൊള്ളാം. പിന്നെ കൂലി സിനിമയുടെ 3rd സിംഗിൾ വരാൻ പോകാം കേട്ടോ. 22-ാം തീയതി 22-ാം തീയതി പവർ ഹൗസ് അല്ല? പവർ ഹൗസ് തോന്നുന്നു. അടുത്തത് റോന്ത്. യെസ്, സിനിമയുടെ OTT റിലീസ് ജൂലൈ 22-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാർ. ഓക്കെ. ഷാഹി കബീർ സംവിധാനം ചെയ്ത് റോഷൻ മാത്യു, ദിലീഷ് പോത്തൻ ഇവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ്. നല്ല സിനിമയായിരുന്നു, നല്ല അഭിപ്രായം കിട്ടിയ സിനിമ, നല്ല ഹിറ്റായില്ലേ? കാണുമ്പോൾ ബാക്കിയും കൂടെ എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അടുത്തത് മാർഗൻ, വിജയ് ആന്റണി നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ OTT റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് 25-ാം തീയതി, ജൂലൈ 25-ന് ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ചെയ്യും. ആമസോണിലാണ്. മാർഗൻ നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ല, നമുക്ക് കാണാത്ത കുറെ പടങ്ങളുണ്ടല്ലേ ആ ടൈമില്. ഇവിടെ അതിനൊന്നും വരൂലേ, കുറെ പടങ്ങൾ വരൂല. അടുത്തത് കാന്ത സിനിമയെ കുറിച്ച് റാണ തക്വതി പറഞ്ഞ 1-2 കാര്യങ്ങളാണ്. അതെ, കാന്ത സിനിമയെ കുറിച്ച് എന്ന് പറയാൻ പറ്റില്ല, DQനെ കുറിച്ച്. അതായത് ഇതിന്റെ കഥ കേട്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് DQന്റെ മുഖമാണെന്ന് പറഞ്ഞത്. അതായത് ഒരു കഥ കേൾക്കുമ്പോൾ അപ്പം തന്നെ അതിലെ നായകനെ ആരായിരിക്കും എന്നൊക്കെ ഓർമ്മ വരും എന്നാണ് ആള് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പറഞ്ഞിരിക്കുന്നത് കഥയാണ് നായകനെ തീരുമാനിക്കുന്നത്. യെസ്, ആ കഥ കേട്ടപ്പോൾ ദുൽഖറിന് ഓർമ്മ വന്നു. ദുൽഖർ ഇല്ലെങ്കിൽ ആ സിനിമ സംഭവിക്കുകയില്ല എന്നുള്ളതൊക്കെയാണ് തോന്നിയത്. ആള് പറയുന്ന അങ്ങനെയാണ്. എന്തായാലും പ്രൊഡ്യൂസർ ആ ആളെ തന്നെ പിടിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. തീർച്ചയായിട്ടും. അതെ, പിന്നെന്താ എന്തോ പറയാൻ വന്നിട്ട് അല്ല, പണ്ടേ എഴുത്തുകാർ പറയുന്നതാണ്. അത് അവരെഴുതുമ്പോൾ തന്നെ അവർ അല്ലെ അത് കാണുമ്പോൾ തന്നെ ആരെ വെച്ച് ചെയ്യണം എന്നുള്ളത് അവരുടെ ഉള്ളിലുണ്ടാവും. ചോദിച്ചാ പോലെ ഞാൻ അവിടെ ഇല്ലേ, അത് തന്നെ എഴുത്തുകാരനാവട്ടെ. അപ്പൊ ഞാൻ ചോദിക്കാം, അംഗീകരിക്കണല്ലേ? 4 പേര് അംഗീകരിക്കട്ടെ, ഞാൻ അംഗീകരിച്ചിട്ട് ലോകം അംഗീകരിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. അല്ലെങ്കിൽ ലോകം അംഗീകരിക്കുന്ന പവറുള്ള ഒരാൾ മാത്രം മതിയായിരുന്നു. പക്ഷെ അതില്ല, നോ യൂസ്. ഞാൻ ഈ കയ്യും ഇങ്ങനെ പിടിച്ച് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വന്ന. അപ്പൊ എനിക്കിട്ടുള്ള ഊക്ക് വേണ്ട, അവന് മോട്ടിവേഷന്റെ ആവശ്യമില്ല, അവിടെ ഇരിക്കട്ടെ. ഓക്കെ, എന്തായാലും അടുത്തത് കണ്ണപ്പ. അടിപൊളി കണ്ണപ്പ സിനിമ ഇങ്ങനെ തന്നെ രാഷ്ട്രപതി ഭവനിൽ പ്രത്യേകം ഒരു സ്പെഷ്യൽ ഷോ കളിക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് ആളുടെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നൊക്കെയാണ് വിഷ്ണു മഞ്ജു പറഞ്ഞിരിക്കുന്നത്. ആളുടെ ഭാഗ്യം, രാഷ്ട്രപതി ഭവനിലുള്ള ആൾക്കാരുടെ നിർഭാഗ്യം. എന്താലേ, ഭയങ്കരം തന്നെ കേട്ടോ. അടുത്തത് ഇന്ത്യൻ 3. എന്റെ പൊന്നെ, എനിക്കും ഇത് തന്നെ വേണം. അങ്ങനെയാണ് ഇതില് എന്തോ പറയണ്ട്, നോക്കട്ടോ. ഓവറാക്കാൻ നിൽക്കരുത്, ഇന്ത്യൻ 3 കിട്ടൂടാന്ന്. ഇതിലൊരു കിഴിയാണ്, ഒരു സിനിമയുടെ കിഴിയാണ്. അത് നാളെ പറയാം. എന്താണ്, ഞാനിത് സാഹചര്യത്തിന് അനുസരിച്ച് യൂസ് ചെയ്തതാണ്. അതങ്ങനെയാണല്ലോ, നീ ഓവറാക്കരുത്, എനിക്ക് ഇന്ത്യൻ 3 കിട്ടൂടാ. ഇന്ത്യൻ 3 അതായത് രജനികാന്ത് ഇടപെട്ടു എന്നാണ് കേൾക്കുന്നത്. മനസ്സിലായില്ലേ? ആരൊക്കെ എന്തൊക്കെ ഡയലോഗ് ആയിരുന്നു. അത് രജനികാന്തും കമലഹാസനും ഒരു പ്രശ്നമല്ല, അവർ തമ്മിൽ ഭയങ്കര സൗഹൃദത്തിലാണെന്നൊക്കെ. ഇപ്പൊ മനസ്സിലായില്ലേ, രജനികാന്തിന് ഭയങ്കര ദേഷ്യം ഉണ്ടെന്ന്. ആള് ഉള്ളിൽ കൊണ്ടു നടക്കായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്തായാലും രജനികാന്ത് ഇടപെട്ടിട്ട് കമലഹാസനും ശങ്കറും പ്രതിഫലമില്ലാതെ, ഒരു പൈസയും വാങ്ങാതെ ഇനി ബാക്കിയുള്ളത് ചെയ്തു കൊടുക്കാൻ. ഇനിയും പ്രതിഫലവും മേടിച്ചിട്ട് അവരെ ആ ലൈക്ക പ്രൊഡക്ഷൻ ഇല്ലാണ്ടാക്ക്. അതാണോ നമുക്ക് സമാധാനം കിട്ടുക? അല്ല, ഇനി ഇങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കോ, ഇല്ലാണ്ടാവാതെ എന്താണിത് ഇങ്ങനെ ഇല്ലാണ്ടാകാതാവുന്നുണ്ടോ? ചെറുതായിട്ട്, അതായത് അത്രയും നഷ്ടം വരില്ല. അതല്ല, എന്താണെങ്കിലും ഒരു 70-80 കോടി വരൂല രണ്ടുപേരുടെയും കൂടി. അത്രയും പൈസ OTTക്ക് കൊടുക്കുമ്പോ ഒരു 50,000 സത്യം അത്ര കിട്ടുള്ളൂ. അതെ, ഫസ്റ്റ് നമ്മുടെ നാവിൽ വരുന്ന എപ്പോഴും സത്യം വരുള്ളൂ, അത്ര കിട്ടുള്ളൂ. എന്തായാലും ഇന്ത്യൻ 3 അപ്പോൾ സംഭവിക്കും, ബാക്കിയുള്ളത് ഷൂട്ട് ചെയ്യും, കാത്തിരിക്കാം. ഇപ്പൊ മനസ്സിലായി, രജനീകാന്തിന് ഭയങ്കര കടുത്ത വിരോധമുണ്ട് കമലഹാസനോട്. ഇന്ത്യൻ 3 കൂടി പുറത്തു വരട്ടെ, ആ കിട്ടാനുള്ളത് ലാസ്റ്റ് ആണ്. ഈ ലൈക്ക പ്രൊഡക്ഷൻ തന്നെയല്ലായിരുന്നു വേട്ടയും ചെയ്തത്? അതെ, അതിനുള്ള പണി അതിന്റെ കൂടെ കൂട്ടി കൊടുത്തു അപ്പുറത്ത്. അതായത് വേട്ടയന്റെ പണി അല്ല, വേട്ടയും വരാനുണ്ട്. വേട്ടയും മാത്രല്ല, ലാൽ സലാം ഉണ്ട്, ലൈക്കായിരുന്നു. എല്ലാം കൂടി ഒറ്റ ഒരെണ്ണത്തിൽ ഇവർക്ക് കൊടുത്തോ. അതായത് ഇനി ആ പണി ലൈക്കിന്റെ ഭാഗത്ത് കിട്ടാനുണ്ട് അവർക്ക്, രജനീകാന്തിന്. അപ്പൊ ഇനി വേറെ സിനിമ ചെയ്തു കൊടുക്കണം. അങ്ങനെയാണല്ലോ കാലങ്ങളായിട്ട് തുടങ്ങിയതാണ്. ആ ഒരു കൊടുക്കൽ വാങ്ങൽ കാലങ്ങളായിട്ട് തുടങ്ങിയതാ. അപ്പോൾ അതിനിടയിൽ ഇടപെടുന്നത് ഈ ലൈക്ക ഈ ഇന്ത്യൻ 3 ഇല്ലാതാവട്ടെ.
എന്നാ പിന്നെ അടുത്ത സിനിമയായിട്ട് വരില്ലല്ലോ എൻ്റെ അടുത്ത് എന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നത്. സ്വന്തം സ്വന്തം രക്ഷയും പിന്നെ എതിരാളി ഇല്ലാതാകുക എന്നുള്ളതിന്റെ ശരിയും നിഗൂഢമായ ലക്ഷ്യവും. ഒരു ബുദ്ധിമാനായ യോദ്ധാവ് എപ്പോഴും അങ്ങനെ ചിന്തിക്കുക. അതെ, സ്വയരക്ഷയും എതിരാളി തീർക്കും വേണം. തീർക്കും. സത്യമായിട്ടുള്ള കാര്യമല്ല അത്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ബൈ.